നമസ്കാരം. ഞാൻ വിനോദാണ്. വിരാടം വിനോദം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ 351 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു വലിയ ഉത്സവം, അതിൽ പങ്കെടുക്കാനും അത് കാണാനും വേണ്ടിയിട്ടാണ്. ഈ ഉത്സവം നടക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് സുള്ളിയ റൂട്ടിൽ മുള്ളേരിക്കടുത്ത് ആദൂർ എന്ന സ്ഥലത്താണ്. കാസർഗോഡ് നിന്നും 26 കിലോമീറ്റർ ദൂരമുള്ള ആദൂർ ദേവീക്ഷേത്രത്തിൽ 351 വർഷങ്ങൾക്ക് ശേഷം ഒരു പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നത്. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഈ കാഴ്ചകൾ ഞാൻ കണ്ട കാഴ്ചകൾ 2 എപ്പിസോഡായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ആസ്വദിക്കുക. അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. 351 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ പെരുങ്കളിയാട്ടം ആചാരാനുഷ്ഠാനത്തിൻ്റെ അളമുറിയാത്ത സൗന്ദര്യമാണ്. വടക്കൻ മലബാറിലെ കളിയാട്ടങ്ങൾ ഉള്ളവർക്കറിയാം, ഇതൊരു നാടിൻ്റെ ആവേശമാണ്, ഒരു ദേശത്തിൻ്റെ ആവേശമാണ്. പെരുങ്കളിയാട്ടത്തിൻ്റെ പ്രധാന ചടങ്ങുകളിലൊന്ന്, ഞാൻ പറഞ്ഞല്ലോ, കളിയാട്ടങ്ങൾ ദേശത്തിൻ്റെ ആഘോഷം കൂടിയാണ്. അതിൻ്റെ പ്രധാന ചടങ്ങുകളിലൊന്ന് നിലവറ നിറയ്ക്കൽ ചടങ്ങാണ്. നിലവറ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള സാധനങ്ങൾ നാട്ടുകാർ അവരുടെ കൃഷിയിൽ നിന്നും കിട്ടിയ സാധനങ്ങളാണ് ഈ കൊണ്ടുവരുന്നത്. ഇത് നിലവറയിൽ നിറയ്ക്കും. അവിടെ നിന്നെടുത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ വരുന്ന എല്ലാവർക്കും, അതായത് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്ന എല്ലാവർക്കും ഭക്ഷണം നൽകുക എന്ന് പറയുന്നത് കളിയാട്ടങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ആദൂർ പെരുങ്കളിയാട്ടം 5 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ്. ജനുവരി 19 മുതൽ ജനുവരി 24 വരെയാണ് ഈ പെരുങ്കളിയാട്ട മഹോത്സവം ഇവിടെ നടക്കുന്നത്. ഞാനിവിടെ എത്തിയിരിക്കുന്നത് ജനുവരി മാസം 21 തീയതിയാണ്. വടക്കൻ മലബാർ മുതൽ മഹാരാഷ്ട്ര തീരത്തു ഉൾപ്പെടെ ഉള്ള മുഖയ ബോവി സമുദായക്കാരുടെ ക്ഷേത്രമാണ് ആദൂർ ഭഗവതി ക്ഷേത്രം. 3 ഭഗവതിമാർ ഒന്നിച്ച് ലയിച്ച് ചേർന്ന് ഒറ്റ ശക്തിയായി മാറി എന്നുള്ളൊരു സങ്കല്പവും ഈ ആദൂർ ഭഗവതി ക്ഷേത്രത്തിനോട് അനുബന്ധിച്ചുണ്ട്. പുന്നക്കൽ ഭഗവതി, മുച്ചൂളിക്കടവത്ത് ഭഗവതി, ആയിറ്റി ഭഗവതി, ഇങ്ങനെ 3 ഭഗവതിമാർ ഒന്നിച്ച് ചേർന്ന് ഉള്ള ശക്തി സ്വരൂപമാണ് ഇവിടുത്തെ എന്നാണ് സങ്കല്പം. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. പുന്നക്കൽ ഭഗവതി, മുച്ചൂളിക്കടവത്ത് ഭഗവതി, ആയിറ്റി ഭഗവതി, ഈ 3 ഭഗവതിമാർ കൂടി മലനാട് കാണാൻ പുറപ്പെട്ട് ഏഴിമലയ്ക്ക് അടുത്ത് എത്തി. അവിടെ ഓരായിക്കാവിൽ കാത്തുനിന്ന് ഗുളികൻ, വിഷ്ണുമൂർത്തി, ചാമുണ്ഡി എന്നിവരെ കാണുകയും കുറേ നാൾ അവിടെ താമസിക്കുകയും ചെയ്തു. ഈ ഭഗവതിമാരുടെ ദാഹം തീർക്കാൻ തീയനായ നെല്ലിക്കത്തിയൻ തലക്കാട്ടെ കുറുവൻ ഇളനീർ പറിച്ചു നൽകുകയും പിന്നീട് മാലോം മുഖയൻ അതെടുത്ത് പൊത്തിക്കൊടുത്തു, അതായത് ചെത്തിക്കൊടുത്തു. അങ്ങനെ മാലോം മുഖയൻ്റെ കുലദേവതയായി കുടികൊള്ളാമെന്ന് ദേവിമാർ ഭഗവതിമാർ വാക്ക് നൽകിയെന്നാണ് കഥ. അങ്ങനെ ഓരായിക്കാവിൽ നിന്ന് യാത്ര തുറന്ന ദേവിമാർ വൈരാപുരത്ത് വടക്കൻകോടി, അസുരകാളൻ, ഗുളികൻ എന്നിവരുടെ കൂട്ടത്തിൽ ചന്ദ്രഗിരി ശാസ്താവിനെ വണങ്ങി ആഡൂരിലെത്തി. അടൂര് മഹാലിംഗേശ്വര ക്ഷേത്രത്തിലെത്തിയ ദേവിമാർ മഹാലിംഗേശ്വരനെ കാണുന്നതിന് വേണ്ടിയിട്ട് കാവൽ നിന്നിരുന്ന ചാമുണ്ടിയോട് അനുവാദം ചോദിച്ചു. അപ്പോൾ ചാമുണ്ടി ഇവർക്ക് അനുവാദം കൊടുത്തില്ല. അങ്ങനെ ഈ 3 ദേവിമാരും ഏക സ്വരൂപം എടുത്ത് ഭദ്രകാളിയായി മാറി എന്നാണ് പറയപ്പെടുന്നത്.
അങ്ങനെ അടൂരിൽ നിന്നും ദേവിമാന ആദൂർ എന്ന പ്രദേശത്തെത്തി. അതായത് ഈ പ്രദേശത്ത്, ഈ ക്ഷേത്രം ഇരിക്കുന്ന പ്രദേശത്തെത്തി. അങ്ങനെ എത്തിയ ഭദ്രകാളി രാജാവിൻ്റെ പല്ലക്ക് ചുമക്കുന്ന മുഖേരെ കാണുകയും അതിലൊരാളുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും അവിടെ ആദൂര് പ്രദേശത്ത് വാഴുവാനായിട്ട് ഒരു സ്ഥലം ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ആവശ്യം ഉന്നയിക്കുന്നത് ശരീരത്തിൽ ദേവി കയറിയ മുഖേനാണ്. മുഖേൻ്റെ ഈ ചോദ്യം അല്ലെങ്കിൽ ഈ ആവശ്യം രാജാവ് നിരസിച്ചു. അവർക്ക് സ്ഥലം കൊടുത്തില്ല. പക്ഷേ ദേവി കോപിച്ച് രാജാവിൻ്റെ മകൾക്ക് വസൂരി സമ്മാനിച്ചു. ഇതിൽ ഭയന്ന് രാജാവ് ഇവർക്ക് വസിക്കുന്നതിനുണ്ട് ആദൂരെന്ന് പറയുന്ന ഈ പ്രദേശത്ത് ക്ഷേത്രം പണിയുന്നതിനും അനുവാദം കൊടുത്തു എന്നാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം. ഇതാണ് ആദൂർ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രം ചുറ്റും ഏക്കർ കണക്കിന് സ്ഥലം ഈ ക്ഷേത്രത്തിൻ്റേതായിട്ട് ഉണ്ട്. ഈ മുഖയ സമുദായക്കാർ വാങ്ങിയിട്ടുമുണ്ട്. അവിടെയാണ് ഈ പെരുങ്കളിയാട്ടം നടക്കുന്നത്. അപ്പോൾ ഈ പ്രദേശവും ഈ ക്ഷേത്രത്തിൻ്റെ പരിസരവും ഒക്കെ ഇന്ന് രാത്രി നമുക്ക് ഒന്ന് ഓടിച്ച് കാണാം. ഈ കാഴ്ചകളിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്തു. ഏതാണ്ട് 39 തെയ്യങ്ങൾ പല പ്രദേശത്തു നിന്നും ഈ ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടത്തിന് എത്തുന്നുണ്ട് എന്നാണ് അറിയുന്നത്. പുതിയ ഭഗവതി, തൂവക്കാളിയും തൂവക്കാളനും, വൈരാപുരത്ത് വടക്കൻകോടി, സഞ്ചാര ഗുളികൻ, വിഷ്ണുമൂർത്തി, കല്ലങ്കര ചാമുണ്ടി, മലാങ്കര ചാമുണ്ടി, മേച്ചേരി ചാമുണ്ടി, വില്ലാപുരത്ത് അസുരകാളൻ, ഇങ്ങനെ പല പല തെയ്യങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. പലതിൻ്റെയും ഈ തെയ്യങ്ങളെ കണ്ടാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ കാഴ്ചകൾ നിങ്ങൾ കണ്ടു നോക്കുക, ഉത്സവം ആഘോഷിക്കുക, പെരുങ്കളിയാട്ടം എന്താണെന്ന് മനസ്സിലാക്കുക. ഈ പ്രദേശത്തൂടെയെല്ലാം നമുക്ക് ഓടി നടന്ന് ഒന്ന് കാണാം. ആ കാഴ്ചകൾ, ഞാൻ കണ്ട കാഴ്ചകൾ കുറേയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. വീഡിയോ തുടർന്ന് കാണുക. ക്ഷേത്രത്തിന് പുറത്ത് നിലവറനിറയ്ക്കൽ ഘോഷയാത്രയുടെ അവസാന ഭാഗങ്ങളാണ്. ഇത് ക്ഷേത്രത്തിന് മുൻപിൽ ഉള്ള തോരണങ്ങളാണ്. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. ഈ സംഘാടക മികവ് നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ്. എല്ലാ സെക്യൂരിറ്റി സംവിധാനങ്ങളും മെഡിക്കൽ ഹെൽത്ത് കെയർ സംവിധാനങ്ങളും ഇവർ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിന് പുറത്ത് പല കലാപരിപാടികളുമുണ്ട്. ഈ യക്ഷഗാനം പോലെയുള്ള പരിപാടികൾ, ഇന്ന് ഗാനമേള ഉണ്ടായിരുന്നു. അങ്ങനെ പല പരിപാടികളുണ്ട്. അതുപോലെ ഈ കാണുന്ന ഭക്ഷണം കഴിക്കുന്നവർക്ക് വേണ്ടി കൈ കഴുകുന്നതിനുള്ള സ്ഥലമാണ്. ഭോജനശാല നമുക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടുവരാം. ഏതാണ്ട് 1000-1500 പേർക്ക് ഒരേ സമയം ഭക്ഷണം വിളമ്പാവുന്ന ഭോജനശാലയാണ്. എനിക്കിപ്പോൾ കിട്ടിയത് അവല് കൊണ്ടുള്ള ഉപ്പാവാണ്. ഉപ്പാവ് കഴിച്ച് ഞാൻ ഭോജനശാലയുടെ പുറത്തേക്ക് കിടന്നു. അവിടെ പല പല കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. ശരിക്കും ഒരു
ഉത്സവപ്പറമ്പ്. തിരക്കായിട്ടില്ല, കാരണം സന്ധ്യ ആവുന്നതേ ഉള്ളൂ. രാത്രിയിലാണ് ഇവിടെ ഭയങ്കര തിരക്ക്. ഏതാണ്ട് 9 മണിയോടുകൂടി മുഗയ സമുദായത്തിലുള്ള ഏതാണ്ട് എല്ലാവരും മഹാരാഷ്ട്രയിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമൊക്കെ വരുമെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. അരങ്ങിൽ ഇപ്പോഴുള്ള തെയ്യങ്ങളുടെ പുറത്തേക്കുള്ള വരവ് കാത്തു നിൽക്കുന്ന ആൾക്കാരാണിത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം. ഇത് 350 വർഷങ്ങൾക്ക് മുമ്പ് പെരുങ്കളിയാട്ട സമയത്ത് ദേവിയുടെ കലശത്തിനായിട്ട് ഉപയോഗിച്ച കുടമാണെന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് കലവറ. ഈ കലവറയാണിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്നത്. ഈ ലോറിയിൽ ഇറക്കി വെക്കുന്നത് കൊണ്ടുവന്ന സാധനങ്ങളാണ്, ഘോഷയാത്രയായി കൊണ്ടുവന്ന സാധനങ്ങളാണ്. പാലക്കുന്ന് ശ്രീ ഭഗവതി പെരുങ്കളിയാട്ട കമ്മിറ്റി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ക്ഷേത്ര ദിവസത്തിലെത്തിയ പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്ര സ്ഥാനീയരെ ക്ഷേത്ര കമ്മിറ്റി സ്നേഹപൂർവ്വം
ತಾಯಿಗೆ ಕೃಪೆಗೆ ಪಾತ್ರರಾದಂಥ ಶ್ರೀ ಗಣೇಶ್ ಮಲ್ಲಾವರ